കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടായ 2 കപ്പൽ ദുരന്തങ്ങൾ ഏറെ ആശങ്കയുണർത്തുന്നതാണ്. വലിയ പ്രതീക്ഷയുണർത്തി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതിന് പിന്നാലെയുള്ള കപ്പൽ അപകടങ്ങൾക്ക് പിന്നിൽ അജ്ഞാത കാരണങ്ങൾ എന്തെങ്കിലുമുണ്ട്? മത്സ്യത്തൊഴിലാളി സമൂഹം അടക്കം ഏറെ ആശങ്കയോടെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നോക്കിക്കാണുന്നത്. കണ്ണൂർ അഴീക്കൽ തീരത്തിന് സമീപമുണ്ടായ കപ്പൽ പൊട്ടിത്തെറിയിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഈ വിഷയങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ്. ഒപ്പം മറ്റു ചില പ്രധാന വാർത്തകളുമുണ്ട്. സ്വാഗതം. ആ വിഷയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കപ്പൽ പൊട്ടിത്തെറിയിൽ കാണാതായ 4 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി മംഗലപുരം AJ ആശുപത്രിയിൽ എത്തിച്ച 6 പേരിൽ 2 പേരുടെ നില ഗുരുതരമായും തുടരുന്നു. മറ്റ് 12 പേരെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റി. They were actually rescued from the Coast Guard. They were on the ship, on the vessel. They were not jumped into water as it was reported. They were all in the vessel and they were rescued by the lifeboats. Out of 6, 2 are critically burned. One is 40%, another one is 30%. 40% one is a 47-year male. He is a Chinese national, he is an engineer. And he mainly sustains burns in the face, upper limb and lower limb. They both have airway burns, that is much more serious. Airway burns is one thing which is likely to worsen over next few hours or few days, because the airway becomes tight and then the breathing becomes wrong. So that these things are to be looked after. And they also have a deep burns. So they will probably require some surgical procedure later. Right now they are stable, they are conscious, they are able to speak and they are able to take some liquids also. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ ഇന്നലെ രാത്രിയും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു. നിലവിൽ 5 കപ്പലുകൾ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എത്ര കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചെന്ന് വ്യക്തമല്ലെന്ന് ഡിഫൻസ് PRO അതുൽ പിള്ള ന്യൂസ് 18നോട് പറഞ്ഞു. എയർക്രാഫ്റ്റും ഷിപ്പിലെ ക്രൂവും കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യുന്ന കാണാം. അപ്പൊ ഇനി ഈ കണ്ടെയ്നേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. അതിലിപ്പോ വെയിറ്റഡ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ കണ്ടെയ്നേഴ്സ് അവിടെ തന്നെ താഴെ മുങ്ങിപ്പോവാം. അതേ കണ്ടെയ്നേഴ്സിൽ ഇപ്പൊ empty ആണെങ്കിലോ അതല്ലെങ്കിൽ സെമി ഫിൽഡ് ആണെങ്കിൽ ചിലപ്പോൾ കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യും. അപ്പൊ ഫ്ലോട്ട് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലാണ് എവിടെ വരുന്നതെന്നുള്ള ഒരു അനലിസിസ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. എത്ര കണ്ടെയ്നേഴ്സ് കരയിൽ വരുമെന്നോ അതല്ലെങ്കിൽ എത്ര കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ പോകുന്നു. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. കപ്പലിലെ 157 കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന അപകടകരമായ ചരക്കുകളുടെ പട്ടികയും പുറത്തു വന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി KV ബൈജു മംഗലാപുരം ആശുപത്രിയിൽ നിന്നും ചേരുകയാണ്. ബൈജു, പ്രധാനമായും ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവരുടെ നില അത് എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. സ്റ്റേബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. അവരുടെ നിലവിലത്തെ പുരോഗതി അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എത്ര ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ അവസ്ഥ എങ്ങനെയാണ്? ഹരി, ക്യാപ്റ്റൻ ഉൾപ്പെടെ 18 പേരെയാണ് മംഗളൂരുവിൽ ഇന്നലെ രാത്രി 10:45 എത്തിച്ചത്. എന്തായാലും ഈ 18 പേരും ആശ്വാസ തീരം കണ്ടു എന്ന് പറയേണ്ടി വരും. ഇതിൽ 6 പേരാണ് മംഗളൂരു AJ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഈ ചികിത്സയിലുള്ളതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അതായത് ചൈന സ്വദേശിയായ ഒരാളും അതുപോലെ തന്നെ തായ്വാൻ സ്വദേശിയായ ഒരാളും. ഇവർ 2 പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. ഇതിൽ ചൈന സ്വദേശിയുടെ പരിക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ട്. ഒപ്പം ഈ തായ്വാൻ സ്വദേശിയുടെ 30% പൊള്ളലേറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. മറ്റ് 4 പേരുടെ നില അത്ര പ്രശ്നമല്ല, പക്ഷേ അവർക്കൊക്കെ പരിക്കുണ്ട്. പ്രധാനമായും ഈ ഡോക്ടർ പറയുന്നത് ഈ കപ്പലിൽ നിന്നും പുക ശ്വസിച്ചും മറ്റും ഇത്തരത്തിൽ ഇവർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവർക്ക് അപകടമുണ്ടായത്. അതല്ലാതെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വരുന്ന സാഹചര്യമോ അല്ലെങ്കിൽ പുറത്ത് എടുത്തു ചാടുന്ന സാഹചര്യമോ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ 12 പേർ ഇപ്പോൾ AJ ഗ്രാൻഡ് ഹോട്ടലിൽ ഇപ്പോൾ അവർ താമസിക്കുന്നുണ്ട്. ഇവർക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. അത് ഇന്നലെ തന്നെ INS വിക്രാന്തിൽ ഇവരെത്തിച്ചപ്പോൾ തന്നെ ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ ഒക്കെ നൽകിയിരുന്നു. ഇവരെ ഏതെങ്കിലും തരത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ 12 പേർ. ഇവരെ ഇത്തരത്തിൽ AJ ഗ്രാൻഡ് ഹോട്ടലിൽ ഇന്നലെ രാത്രി തന്നെ ഇവരെ
പ്രവേശിപ്പിച്ചിരുന്നു. മറ്റുള്ള 6 പേരെയാണ് AJ ആശുപത്രിയിൽ എത്തിച്ചത്. അതായത് ഈ മംഗലാപുരം തുറമുഖത്ത് എത്തിച്ചതിന് ശേഷം പ്രത്യേക ആംബുലൻസിൽ ഈ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ എല്ലാം ഈ സൗകര്യങ്ങൾ ഈ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഡോക്ടർ പറയുന്നത് ഇതിലൊരു ആശ്വാസകരമായ ഒരു കാര്യം ഇവർ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് എന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും ആശ്വാസം. മാത്രമല്ല ഇവർ സംസാരിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 2 പേരുടെ കാര്യത്തിൽ 72 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ എന്നാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. ഇവർ എല്ലാവിധ ചികിത്സയും ഇവർക്ക് നൽകുന്നുണ്ട്. പ്രത്യേക ഡോക്ടറുടെ ടീമിനെ തന്നെ മംഗളൂരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ആശുപത്രി വൃത്തങ്ങൾ പുറത്തുവിടും. നിലവിൽ 2 പേരുടെ നില ഗുരുതരം. മറ്റുള്ള ഈ 6 പേരിൽ 2 പേരെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഡിസ്ചാർജ് ചെയ്ത് AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പരിക്കുകളൊന്നുമില്ലാതെ ഇപ്പോൾ ഈ ഹോട്ടലിൽ കഴിയുന്നവർക്ക് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാനുള്ള ഈ മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കപ്പൽ അധികൃതരും മറ്റും ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായി വരികയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഏറ്റവും ആശ്വാസകരം ഈ കപ്പലിൽ ഇത്രത്തോളം വലിയൊരു പൊട്ടിത്തെറിയുണ്ടായ കപ്പലിൽ നിന്നും ക്യാപ്റ്റൻ ഉൾപ്പെടെ 18 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നത് തന്നെയാണ്. ഏതായാലും 4 പേരെ ഇനി കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവരെ കണ്ടെത്താൻ കഴിയുമോ എന്ന ഒരു സാഹചര്യമാണ് പരിശോധിക്കുന്നത്. ഏതായാലും ക്യാപ്റ്റൻ ഉൾപ്പെടെ 18 പേരും സുരക്ഷിതരാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇവർ ക്യാപ്റ്റൻ ഉൾപ്പെടെ 18 പേരുടെ നില അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ബൈജു, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്ന ആ 2 പേരെ കുറിച്ച് തന്നെയാണ്. കാരണം 30 മുതൽ 40% പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോൾ പോലും അറിയേണ്ടത് ഈ അവർക്ക് പൊള്ളലേറ്റത് തീയിൽ നിന്നുകൊണ്ടാണോ അതോ ഈ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്ന രാസവസ്തുക്കൾ, ആ കണ്ടെയ്നറിൽ നിന്നുണ്ടായ രാസവസ്തുക്കൾ നിന്നുമുള്ളതാണോ എന്നുള്ളതും കൂടി അറിയേണ്ടതുണ്ട്. പ്രധാനമായ കാര്യം അവർ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് ബൈജു പറയുന്നു. അപ്പോൾ ഈ അവർക്ക് തീ പടരുന്നത് അല്ലെങ്കിൽ അവർക്ക് പൊള്ളലേറ്റ സാഹചര്യം ഈ കപ്പലിൽ നിന്നും പടരുന്ന തീ കൊണ്ട് തന്നെയാണോ അതോ അതിലുണ്ടായിരുന്ന രാസവസ്തുക്കൾ അതിൽ എന്തെങ്കിലും അവരുടെ ശരീരത്തിൽ ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായും ഈ കാര്യം ഡോക്ടറോട് നമ്മൾ ചോദിക്കുകയുണ്ടായി. ഡോക്ടർ ഇതിൽ കൃത്യമായ ഒരു വ്യക്തത പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ കപ്പലിൽ നിന്നും കടലിലേക്ക് എടുത്തു ചാടിയല്ല ഇവർക്ക് ആർക്കും പരിക്കേറ്റത്. പ്രത്യേകിച്ച് ഈ തീ പിടിക്കുന്ന സമയത്ത് ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വലിയ പൊള്ളലേൽക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് ശ്വാസകോശത്തിലാണ് പ്രശ്നമുള്ളത്. അതായത് പുക ശ്വസിച്ച് ഇത്തരത്തിൽ ഒരു ആരോഗ്യ പ്രശ്നം വന്നിട്ടുണ്ട്. അത് ഈ ഗുരുതരമായി കഴിയുന്ന 2 പേരുടെ അവസ്ഥയിലും അത് തന്നെയാണ്. പുക ഇവർക്ക് ശ്വസിക്കേണ്ടി വന്നു. ഈ വിഷപ്പുക ശ്വസിച്ചതിനുള്ള ഒരു അസ്വസ്ഥത ഇവർക്കുണ്ട്. അതോടൊപ്പം ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40% ഒപ്പം 30% പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. എന്തായാലും ഇവർക്ക് വേണ്ടി പ്രത്യേക ഡോക്ടർമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ ഈ പൊള്ളലേറ്റവർക്ക് ചികിത്സ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് AJ ആശുപത്രി. അതുകൊണ്ട് തന്നെയാണ് ഈ ബേപ്പൂരിൽ നിന്നും 78 നോട്ടിക് മൈൽ ദൂരത്ത് നിന്ന് നടന്ന ഒരു അപകടം ഇത്രയും സമയമെടുത്ത് ഈ മംഗളൂരുവിലേക്ക് ഇവരെ എത്തിച്ചതും മംഗളൂരു പോർട്ടിൽ നിന്ന് അത്രത്തോളം സൗകര്യങ്ങൾ ഒരുക്കി ആംബുലൻസ് ഒരുക്കി AJ ആശുപത്രിയിൽ കൊണ്ടുവന്നതും പരമാവധി ഇവർ ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർമാരും അത് തന്നെയാണ് വ്യക്തമാക്കിയത്. ഏതായാലും 74 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഈ 2 പേരുടെ കാര്യത്തിൽ എന്താണ് ഒരു അവസ്ഥ എന്ന് പറയാൻ സാധിക്കൂ. അത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയാണ്. നമുക്കറിയാം ഈ തീപ്പൊള്ളലേറ്റാലൊക്കെ വളരെ വൈകിയാണ് ഇത്തരത്തിൽ ഒരുപക്ഷെ നമുക്ക് അത്തരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, ഒരു അപകടം ഉണ്ടാവുക ദിവസങ്ങളോളം കഴിയേണ്ട അവസ്ഥ. ഏതായാലും അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. ഇവർക്ക് വേണ്ട എല്ലാ ചികിത്സയും ഈ AJ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. അത്രത്തോളം വലിയ ഡോക്ടർമാരുടെ സംഘം തന്നെയുണ്ട്. അത് ഇന്നലെയും നമ്മൾ ഈ മംഗളൂരുവിൽ കണ്ടതാണ്. ഇവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള സന്നാഹം AJ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മംഗളൂരു പോലീസ് കമ്മീഷണർ എല്ലാ സംവിധാനങ്ങളും, അതായത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും മംഗളൂരിൽ ഒത്തുചേർന്നു എന്ന് പറയണം. കാരണം നമുക്ക് അത്രത്തോളം വിലപിടിച്ചതാണ്. മറ്റു രാജ്യത്തിലെ പൗരന്മാരാണ്. 18 പേരുടെ ജീവനാണ്. ഇത്രയും വലിയൊരു അപകടം പൊട്ടിത്തെറി ഉണ്ടായതിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ നിലനിർത്തുക, ജീവൻ രക്ഷപ്പെടുത്തുക, അവരെ സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിക്കുക, അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. ഏതായാലും 2 പേരുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ളത്. 6 പേരാണ് AJ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൽ 2 പേരെ ഇപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി ഡിസ്ചാർജ് ചെയ്യുമെന്നൊരു ആശ്വാസ വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവരും മരുന്നുകളോട് പ്രതികരിക്കുന്നു. ഈ ഗുരുതരമായി പരിക്കേറ്റവരും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം.
എന്തായാലും അവരുടെ ജീവൻ നിലനിർത്താൻ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ AJ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. അത്രത്തോളം വൈദ്യസഹായവും ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ ചികിത്സയും തുടരുന്നത്. ഏതായാലും ക്യാപ്റ്റനുമായി നമുക്കിന്ന് സംസാരിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് ഈ അപകടം എങ്ങനെയാണ് ഈ അപകടം നടന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തതയില്ല. എന്തായാലും ക്യാപ്റ്റൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ AJ ഗ്രാൻഡ് ഹോട്ടലിൽ തന്നെ വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 പേർ വളരെ സുരക്ഷിതരായി ഒരു പരിക്കുമില്ലാതെ 12 പേരും അദ്ദേഹത്തോടൊപ്പം AJ ഗ്രാൻഡ് ഹോട്ടലുണ്ട്. 6 പേരാണ് AJ ഹോസ്പിറ്റലിലുള്ളത്. അതിൽ 2 പേരെ ഇന്ന് വൈകിട്ടോടുകൂടി ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെയെങ്കിൽ 14 പേർ AJ ഗ്രാൻഡ് ഹോട്ടലിൽ തങ്ങേണ്ടി വരും. ഉടൻ തന്നെ ഇവർക്ക് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി പോകാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മംഗളൂരിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കും. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരുക്കുമെന്ന് തന്നെയാണ് മംഗളൂരിൽ നിന്നും വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. AJ ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നാണ് KV ബൈജു വിവരങ്ങൾ നൽകിയത്. അതിൽ പ്രധാനമായും പറയുന്നത് തന്നെ നമുക്ക് സൂചിപ്പിക്കേണ്ടത് 18 പേരും വന്നിട്ടുണ്ട്. അതിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ 12 പേരും AJ ഗ്രാൻഡ് ഹോട്ടലിൽ വിശ്രമം തുടരുമ്പോൾ 6 പേരാണ് ആശുപത്രിയിൽ. അതിൽ 2 പേർ ഇന്ന് വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ചെയ്യപ്പെടും. 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പക്ഷേ